അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സ്നേഹനിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നത്തെ ക്യൂ സ്പോട്ടിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നാം ഇന്ന് വിശുദ്ധ ഖുർആനിലെ 110 അധ്യായമായ സൂറ അൻ നസ്ർ ആണ് പഠിക്കുന്നത്. സൂറത്തുൻ നസ്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന ജീവിത കാലഘട്ടത്തിൽ അവതരിച്ച സൂറയാണ്. സൂറത്തുൻ നസ്റിൽ ആകെ 3 സൂക്തങ്ങളേ ഉള്ളൂ. വിശുദ്ധ ഖുർആനിൽ 3 സൂക്തങ്ങൾ മാത്രമുള്ള എത്ര സൂറത്തുകളുണ്ട്? ഒരു ചെറിയ ചോദ്യമാണ്. ഒരു ക്ലൂ തരാം. ഈ 3 സൂറത്തുകളുടെയും പേരിൻ്റെ അവസാനം റാ എന്ന അക്ഷരമാണ് വരുന്നത്. 3 സൂറത്തുകളുടെയും പേരുകൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. സൂറത്തുൻ നസ്ർ മദനി കാലഘട്ടത്തിൽ അവതരിച്ചതാണ് എന്ന് പറഞ്ഞല്ലോ. എന്നാൽ ഈ സൂറ അവതരിച്ച സ്ഥലം ഏതാണ് എന്ന് ചോദിച്ചാൽ മക്കയാണ്. അതെങ്ങനെയാണ് മക്കയിൽ അവതരിച്ച സൂറ മദനി കാലഘട്ടത്തിലാണ് എന്ന് പറയാം? നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്, വിശുദ്ധ ഖുർആൻ 2 കാലഘട്ടങ്ങളിലായിട്ടാണ് അവതരിക്കുന്നത്. ഒന്ന് മക്കിയാണ്, മറ്റൊന്ന് മദനിയാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മക്കി മദനി എന്ന സൂറത്തുകളെ വേർതിരിക്കുന്നത്? ഹിജ്റയുടെ അടിസ്ഥാനത്തിലാണ്, അല്ലേ? അപ്പോൾ ഹിജ്റയ്ക്ക് മുമ്പ് അവതരിച്ച സൂറത്തുകളെല്ലാം മക്കി സൂറയാണ്. മദീനയിലേക്കുള്ള ഹിജ്റയ്ക്ക് ശേഷം അവതരിച്ച സൂറ മദനി സൂറയാണ്. ഒരുപക്ഷെ ആ സൂറ അവതരിച്ച സ്ഥലം മക്കയായിരിക്കാം, എന്നാൽ കാലഘട്ടം ഏതാണെന്ന് ചോദിച്ചാൽ മദനിയാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഒരു പ്രത്യേകതയുള്ള സൂറ കൂടിയാണ് സൂറത്തുൻ നസ്ർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ ചെയ്തു. മദീനയിലെത്തിയതിന് ശേഷം പലപ്പോഴായിട്ട് മക്കയിലേക്ക് തിരിച്ചു വന്നിട്ടില്ലേ? ഉണ്ട്. ഒരിക്കൽ ഉംറ നിർവഹിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഹുദൈബിയ സന്ധി ഒക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് അടുത്ത വർഷം ഉംറയ്ക്ക് വന്നിട്ടുണ്ട്. അതുപോലെ മക്കം ഫത്ഹ് എന്ന സംഭവവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഹജ്ജത്തുൽ വദാ, വിടവാങ്ങൽ ഹജ്ജിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വന്ന് ഹജ്ജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സന്ദർഭത്തിലാണ്, വിടവാങ്ങൽ ഹജ്ജിൻ്റെ വേളയിൽ മിനായിൽ വെച്ചാണ് സൂറത്തുൻ നസ്ർ അവതരിച്ചത് എന്നാണ്. അപ്പോൾ അവതരിച്ച സ്ഥലം മക്കയാണ്, എന്നാൽ കാലഘട്ടമോ ഹിജ്റയ്ക്ക് ശേഷമായതുകൊണ്ട് മദനി കാലഘട്ടമായിട്ടാണ് ഈ സൂറ രേഖപ്പെടുത്തപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാം. ഈ സൂറയുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്നറിയാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവസാനമായി അവതരിച്ച സമ്പൂർണ്ണ സൂറത്ത് സൂറത്തുൻ നസ്റാണ്. എന്ന് പറഞ്ഞാൽ അവസാനമായിട്ട് പൂർണ്ണമായി അവതരിച്ച ഒരു സൂറ. ചില ആയത്തുകൾ അതിന് ശേഷം ഇറങ്ങിയിട്ടുണ്ട്, എന്നാൽ പൂർണ്ണമായി ഒരു സൂറ എന്ന നിലയ്ക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒന്നിച്ച് അവതരിച്ച അവസാനത്തെ സൂറ സൂറത്തുൻ നസ്റാണ്. അപ്പോൾ ഒന്നിച്ച് അവതരിച്ച ആദ്യത്തെ സൂറ ഏതാണ്? അത് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. ഏത് സൂറയാ? സൂറത്തുൽ ഫാത്തിഹയാണ് ഒന്നിച്ച് അവതരിച്ച ആദ്യ സൂറ. നമുക്കറിയാമല്ലോ, സൂറത്തുൽ അലഖ്, ഇഖ്റ ബിസ്മി ആണ് ആദ്യം അവതരിച്ച ആയത്തുകളുള്ള സൂറ. പക്ഷെ അത് എത്ര ആയത്താണ് ആദ്യം അവതരിച്ചത്? 5 ആയത്തുകൾ മാത്രമാണ്. ബാക്കി 14 ആയത്ത് പിന്നീടാണ് അവതരിക്കുന്നത്. അപ്പോൾ ഒന്നിച്ച് ഒരേ സമയത്ത് അവതരിച്ച ആദ്യത്തെ സൂറ അൽ ഫാത്തിഹയും ഒന്നിച്ച് ഒരേ സമയം അവതരിച്ച അവസാനത്തെ സൂറ സൂറത്തുൻ നസ്റുമാണ്. അത് സൂറത്തുൻ നസ്റിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. സൂറത്തുൻ നസ്റിന് വേറൊരു പേര് കൂടിയുണ്ട്. എന്താണെന്നറിയോ? അത്തൗദീഅ് എന്നാണ്. വദാ, നേരത്തെ പറഞ്ഞില്ലേ, ഹജ്ജത്തുൽ വദാ എന്താണ്? മലയാളത്തിലെ വിട, വിടയുമായിട്ട് ബന്ധപ്പെട്ട വാക്ക് തന്നെയാണ് വദാ, വിട വാങ്ങൽ ഹജ്ജല്ലോ. അതേപോലെ അത്തൗദീഅ് എന്ന് പറഞ്ഞാൽ വിടവാങ്ങൽ എന്ന് തന്നെയാണ് ഉദ്ദേശം. സൂറത്തു തൗദീഅ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിടവാങ്ങലിനെ സൂചിപ്പിക്കുന്ന സൂറ കൂടിയാണ് സൂറത്തുൻ നസ്ർ എന്ന് മനസ്സിലാക്കാം. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ
സൂറത്തു നസ്റിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. സൂറത്തു നസ്ർ ഒരേ സമയത്ത് സന്തോഷം നൽകുന്ന വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട്, ഓഫറുകളുണ്ട്. സൂറത്തു നസ്റിൽ 3 ഓഫറുകളാണ്. അതേപോലെ തന്നെ 3 കൽപ്പനകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള 3 ഓർഡറുകളും സൂറത്തു നസ്റിൽ നമുക്ക് കാണാൻ സാധിക്കും. വാഗ്ദാനങ്ങൾ, ഓഫറുകൾ ലഭിക്കുമ്പോൾ നമുക്ക് സന്തോഷമായിരിക്കും അല്ലേ? അങ്ങനെയുള്ള ചില ഓഫറുകൾ വരുന്നുണ്ട്. അതേസമയം ഈ സൂറയിൽ ഒരു സങ്കടകരമായ അവസ്ഥയുണ്ട്. അതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര വർഷമാണ് പ്രവാചകനായത്? 23 വർഷം അല്ലേ? മക്കയിൽ 13, മദീനയിൽ 10, ഇങ്ങനെ 23 വർഷമാണ്. ഈ 23 വർഷത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു മിഷൻ പൂർത്തിയാവുകയാണ്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്? മിഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ തിരിച്ചു പോവാണ് വേണ്ടത് അല്ലേ? ആ നിലയ്ക്ക് 23 വർഷത്തെ ഒരുപാട് സംഭവ ബഹുലമായ കാലത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഡ്യൂട്ടി പൂർത്തീകരിച്ച് കഴിഞ്ഞു. ഇനി അള്ളാഹുവിലേക്ക് അള്ളാഹു തആല തിരിച്ചു വിളിക്കാൻ പോവാണ്. അപ്പോൾ ഡ്യൂട്ടി പൂർത്തിയായിരിക്കുന്നു എന്ന സന്തോഷം ഈ സൂറയിലുണ്ട്. അതേ സമയത്ത് റസൂലിനെ തിരിച്ചു വിളിക്കാണ് എന്നുള്ള സങ്കടവും ഈ സൂറയിലുണ്ട് അല്ലേ? അപ്പോൾ ഒരേ സമയം നമ്മൾ പറയില്ലേ, ഒരു നിറകൺ ചിരി എന്ന് പറയും പോലെ കണ്ണ് നിറച്ച് കണ്ണീരോട് കൂടിയിട്ട് ചിരിക്കാം എന്ന് പറയുന്ന ഒരവസ്ഥയിൽ വളരെ സെൻസിറ്റീവായിട്ടുള്ള, വളരെ വൈകാരികമായിട്ടുള്ള ഒരു അവതരണമാണ് സൂറത്തു നസ്റിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാർക്കിടയിൽ ഈ സൂറ ഓതിയിട്ടോ. ഇത് കേട്ടപ്പോൾ എല്ലാവരും ചിരിച്ചു. കാരണം അള്ളാഹുവിൻ്റെ സഹായവും വിജയവും വന്നെത്തിയാൽ ജനങ്ങൾ ഒന്നടങ്കം അള്ളാഹുവിൻ്റെ ദീനിൽ പ്രവേശിക്കുകയും ചെയ്താൽ താങ്കൾ എന്ത് ചെയ്യണം? തസ്ബീഹും തഹ്മീദും ഇസ്തിഗ്ഫാറും ഒക്കെ ആയിട്ട് അള്ളാഹുവുമായിട്ട് അടുക്കണം. അപ്പോൾ ഇസ്ലാം വിജയിക്കുകയാണ് എന്ന വലിയൊരു പ്രതീക്ഷ ഉണ്ടതിൽ. എല്ലാവരും ചിരിച്ചു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യരായ അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം കരയാൻ തുടങ്ങി. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, എന്താണ് താങ്കൾ ഇങ്ങനെ കരയുന്നത്? അപ്പോൾ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് കാര്യം മനസ്സിലായി. റസൂലേ, ഈ സൂറ അങ്ങയുടെ മരണവാർത്തയാണല്ലോ, അങ്ങ് തിരിച്ചു പോകാൻ വേണ്ടിയാണല്ലോ ഈ സൂറയിൽ പറയുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കുമ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അതെ, എൻ്റെ പിതൃവ്യൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ പറഞ്ഞത് എന്ന് സ്വഹാബിമാരോട് പറയുന്നുണ്ട്. അഥവാ തിരിച്ചു പോകാൻ സമയമായിരിക്കുന്നു എന്നർത്ഥം അല്ലേ? ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു അൻഹയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് എന്തോ പറഞ്ഞു. അപ്പോൾ ഫാത്തിമ ബീവി കരഞ്ഞു. വീണ്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബീവിയെ ചേർത്ത് പിടിച്ചെന്തോ സംസാരിച്ചു. അപ്പോൾ ഫാത്തിമ ബീവി ചിരിച്ചു. ചോദിക്കുന്നുണ്ട് എന്തായിരുന്നു? അപ്പോൾ ഫാത്തിമ ബീവി പറയാണ്, ആദ്യം വാപ്പ പറഞ്ഞത് വാപ്പാക്ക് തിരിച്ചു പോകാൻ സമയമായി എന്നാണ്. ഇത് കേട്ടപ്പോൾ ഞാൻ കരഞ്ഞുപോയി. രണ്ടാമത് അവിടുന്ന് പറഞ്ഞത് എന്താണെന്നറിയോ? ഫാത്തിമ, എൻ്റെ കുടുംബത്തിൽ നിന്ന് ആദ്യം മോളാണ് എന്നിലേക്ക് എത്തിച്ചേരുക എന്നാണ്. ഇത് കേട്ടപ്പോഴാണ് ഞാൻ ചിരിച്ചത്. നമ്മളൊക്കെ ആണെങ്കിൽ രണ്ടാമത്തെ കേട്ടാൽ പിന്നെയും കരഞ്ഞു പോവും അല്ലേ? ഞാനും മരിക്കാൻ പോവാണ് എന്നല്ല ഈ പറയുന്നത്. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹത്താൽ ആ മോള് വാപ്പയുടെ കൂടെ ചെന്ന് ചേരാൻ വേണ്ടിയിട്ട് വല്ലാതെ കൊതിച്ചിരുന്നു എന്നാണ്. വേറൊരു സംഭവമുണ്ട്. നിങ്ങളെപ്പോലെ ഒരു ടീനേജ് കുട്ടിയുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ അറിയില്ലേ? ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ വലിയ സീനിയർ സ്വഹാബിമാരിയ്ക്കുന്ന സദസ്സിൽ ചെന്നിരിക്കാറുണ്ട്. ബദറിലൊക്കെ പങ്കെടുത്തിട്ടുള്ള വലിയ മഹാന്മാരായ സ്വഹാബിമാർ. അവരുടെ അടുത്തേക്ക് പോകുമ്പോൾ നിങ്ങളെപ്പോലെ ടീനേജറായൊരു കുട്ടിയെ കൈയും പിടിച്ച് കൊണ്ടുപോകും. അതാരെന്നറിയോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ്. ഇബ്നു അബ്ബാസിനെയും കൂട്ടിയിട്ട് ഇപ്പോൾ സീനിയേഴ്സ് ആയിട്ടുള്ള സ്വഹാബിമാരുടെ അടുക്കൽ ചെന്നിരിക്കുകയാണ്. അപ്പോൾ ചിലർക്കെങ്കിലും തോന്നും, എന്തിനാ ഈ പയ്യനെ ഇവിടെ നമ്മുടെ കൂടെ കൊണ്ടുവന്ന് ഇരുത്തുന്നത്? അങ്ങനെ ചിലരെങ്കിലും ഉമർ റളിയല്ലാഹുവിനോട് ചോദിച്ചു. അപ്പോൾ ഒരു ദിവസം ഉമർ റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കൂട്ടിയിട്ട് ഈ സദസ്സിലേക്ക് വന്നു. എന്നിട്ട്
എല്ലാവരോടുമായിട്ടൊരു ചോദ്യം. എന്താ ചോദ്യം? സൂറത്തുൻ നസ്റിൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്തായിരുന്നു? അപ്പോൾ പലരും പലതും പറഞ്ഞു. അത് വിജയത്തെക്കുറിച്ചാണ്, അള്ളാഹുവിൻ്റെ സഹായത്തെക്കുറിച്ചാണ്, ജനങ്ങൾ ഇസ്ലാമിലേക്ക് ഒന്നിച്ചു വരുന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവെ ചൂണ്ടിയിട്ട് ചോദിച്ചു, എന്താണ് താങ്കളുടെ അഭിപ്രായം? അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഈ സൂറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം പൂർത്തീകരിച്ച് തിരിച്ചു പോകാൻ വേണ്ടിയുള്ള ഉണർത്തലാണ്, അവിടുത്തെ വഫാത്തിനെ കുറിച്ചുള്ള സൂചനയാണ് നൽകുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അതിനെ ശരിവെച്ചു. അതാണ് ശരി. ഇപ്പം മനസ്സിലായില്ലേ ഞാൻ ഈ ടീനേജറായ ഈ കുട്ടിയെ ഈ സദസ്സിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ കാര്യം എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടീനേജേഴ്സാണല്ലോ ഈ ക്യൂ സ്പോട്ടിൽ സംബന്ധിക്കുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഇബ്നു അബ്ബാസുമാർ നിങ്ങളിൽ നിന്നും ഉണ്ടാകണം. അങ്ങനെ കുഞ്ഞു പണ്ഡിതന്മാരുണ്ടായി വരണം എന്നത് നമ്മുടെയും വലിയൊരു സ്വപ്നമാണ് കേട്ടോ. അപ്പോൾ സൂറത്തുൻ നസ്ർ ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആല അവതരിപ്പിച്ചു എന്ന് മനസ്സിലാക്കാം. അപ്പോൾ സൂറത്തുൻ നസ്ർ 1 പാരായണം ചെയ്ത് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفر إنه كان توابا. ഈ സൂറയിലെ പാരായണവുമായി ബന്ധപ്പെട്ട ചില പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ നേരത്തെ ഹുറൂഫുൽ ഖൽഖലയുടെ കാര്യം പറഞ്ഞില്ലേ? സുക്കൂനായി വരുമ്പോൾ വ്യക്തതയോടെ ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾ അല്ലേ? ഖ്, ത്, ബ്, ജ്, ദ് പറഞ്ഞിരുന്നു. ഈ സൂറയിൽ അതിൽപ്പെട്ട ഒരക്ഷരം വരുന്നുണ്ട്. എന്നാൽ വേറെ കുറേ അക്ഷരങ്ങൾ സുക്കൂനായിട്ട് വരും. അതൊക്കെ സൈലൻ്റ് ആയിരിക്കണം, വ്യക്തമാക്കരുത് എന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഉദാഹരണത്തിന് ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ത്, നസ്റുല്ലാഹ്, നസ്ർ എന്ന് സ്വാദ് വ്യക്തമാക്കരുത്. വൽ ഫത്ത്, ഫത്ത് താഉം ഹാഉം, ഫത്ഹ് എന്ന് വെളിപ്പെടുത്താൻ ശ്രമിക്കരുത്. വൽ ഫത്ത് അത്രയേ ഉള്ളൂ. വറഅയ്ത الناس يدخلون في دين الله أفواجا. യദ്, ആ ദാല് വ്യക്തമാക്കണം അല്ലേ? സുക്കൂനുള്ള ദാലാണ്. അഫ് വാജ, അഫ് അത്രയേ ഉള്ളൂ. അഫ് എന്ന് പറയരുത്, അഫ് വാജ എന്ന് മാത്രം പറയണം. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ. കണ്ടോ? ഫസബ്ബിഹ്, ആ ഹാഇൻ്റെ സുക്കൂൻ സൈലൻ്റ് ആണ്. ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ, വസ്തഗ്ഫിർ 3 സുക്കൂൻ ഉണ്ട് അവിടെ, 3 സൈലൻ്റ് ആണ്. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ഫിർ എന്ന് പറയുമ്പോൾ റാഇന് സുക്കൂനാണ്, അതിന് തൊട്ട് മുമ്പ് ഫാഇന് കെസ്റാണ് അല്ലേ? അപ്പോൾ റാഇന് സുക്കൂൻ വരികയും തൊട്ട് മുമ്പ് കെസ്റ് വരികയും ചെയ്യുമ്പോൾ അതിനൊന്ന് ലൈറ്റായിട്ട് കനം കുറച്ച് തർക്കീഖായിട്ട് ഉച്ചരിക്കണം. വസ്തഗ്ഫിർ, ഫിർ അങ്ങനെയാണ്. ഹു പറയേണ്ട, ഫിർ അവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്, വഖഫ് ചെയ്യാണ്. ഇന്നഹു കാന തവ്വാബ, അങ്ങനെയാണ് പാരായണം. തുടക്കത്തിൽ ജാ വരുന്നുണ്ട്, അത് നീട്ടാനുള്ള പദമാണ്. ഇങ്ങനെ സൂറത്തുൻ നസ്ർ ഇൻഷാ അല്ലാഹ് വളരെ ഭംഗിയായിട്ട് പാരായണം ചെയ്ത് പരിശീലിക്കണം. അതിൻ്റെ പിന്നിലെ അതിവൈകാരികമായ ആശയലോകത്തെ ഉൾക്കൊള്ളാൻ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.